സാർ അൻവർ പിണറായി വിജയനെ ചൂണ്ടി നിങ്ങൾ മോശക്കാരനാണെന്ന് പറഞ്ഞ്, നിങ്ങൾ കള്ളനാണ്, കാപാലികനാണെന്നൊക്കെ പറഞ്ഞ് ചാടി. സാർ അന്ന് അൻവർ ഇറങ്ങിയ സമയത്ത് ലീഗ് വായോ മോനെ നിന്നെ ഞങ്ങൾ കൂടെ നിർത്തിക്കൊള്ളാമെന്ന് ലീഗ് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ലീഗിനും ഒന്നും ചെയ്യാൻ പറ്റില്ല. കാര്യം നല്ലൊരു ബിരിയാണി കഴിക്കണമെങ്കിൽ ഭരണത്തിൽ വന്നാലേ നടക്കുള്ളൂ അല്ലേ? പണ്ട് ഗഫൂർ എന്ന കാർട്ടൂണിസ്റ്റ്, സാറിനറിയാം, മാതൃഭൂമിയിലെ കാർട്ടൂണിസ്റ്റ് ഗഫൂർ ഒരു കാർട്ടൂൺ വരച്ചിട്ടുണ്ടായിരുന്നു. ലീഗിൻ്റെ ഈ മീറ്റിങ്ങിനെ കൂടിക്കൂടി വരുന്നവർ അടുത്ത വീട്ടിലെ കോഴികളെ എണ്ണം കുറഞ്ഞു. അപ്പോൾ സാർ എൻ്റെ ചോദ്യം, തുടക്കത്തിൽ ചാടി വന്ന അൻവറിനെ ഇപ്പോൾ ആർക്കും വേണ്ട, എന്താണ് സാർ, എന്തായിത്തീരും? അല്ല, അതിന് ഒറ്റ ഉത്തരവാദിയുള്ളൂ, PV അൻവർ. അയാൾ തന്നെയാണ്. അയാൾ ഒരു സംശയമില്ലല്ലോ. ഈ രാഷ്ട്രീയത്തിലെ ചില സ്റ്റേറ്റ്മെൻറ്റ്സ് നടത്തുമ്പോൾ എപ്പോഴും നമ്മൾ സൂക്ഷിച്ചോണം. ഇപ്പം ഞാൻ ഓർക്കുന്നൊരു കാര്യം, നമ്മുടെ ഇദ്ദേഹത്തില്ലേ സെൽവരാജില്ലേ, നെയ്യാറ്റിൻകരയിൽ, നിങ്ങളുടെ നാട്ടിലല്ലേ, നെയ്യാറ്റിൻകരയിലെ സെൽവരാജ്, ആർ സെൽവരാജ് LDF വിട്ട് രാജിവെച്ച് MLA സ്ഥാനം രാജിവെച്ചിട്ട് നടത്തിയൊരു വാർത്താ സമ്മേളനമുണ്ട്. ആ വാർത്താ സമ്മേളനത്തിൽ സെൽവരാജ് പറയുന്നൊരു കാര്യം, വാർത്താലേഖകർ ചോദിക്കുന്നുണ്ട് ഇനി എന്താണ് പരിപാടി, UDFിലേക്ക് പോകുമോ? അപ്പോൾ സെൽവരാജിൻ്റെ മറുപടി, ഞാൻ ആത്മഹത്യ ചെയ്താലും UDFിലേക്ക് പോകില്ല. എനിക്ക് ഓർമ്മയുണ്ട്. അതിൻ്റെ പിറ്റേ ആഴ്ച പുള്ളി UDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയും ചെയ്തു. ആ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് പിന്നെ സെൽവരാജ് ആ വഴിക്ക് പോലും കണ്ടിട്ടില്ല. ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടെന്നല്ല അറിയില്ല. ആരുടെ കുഴപ്പം? ഒന്നാമത്തെ കാര്യം, അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയാമോ? അങ്ങനെ UDFിലേക്ക് പോകില്ല എന്ന് പറയുന്നത് തന്നെ, കാരണം രാഷ്ട്രീയമില്ല. പിന്നെ ഇപ്പം നമ്മുടെ കേരളത്തിൽ രാഷ്ട്രീയം ഉണ്ടാകണമെങ്കിൽ 3 മുന്നണികളിൽ നിന്നല്ലേ പറ്റൂ. തീർച്ചയായിട്ടും. ഇപ്പം അല്ലാതൊരു ശ്രമം നടത്തിയ ആളാണ് PC ജോർജ്. PC ജോർജിൻ്റെ അവസ്ഥ എന്തായി? കേരളത്തിൽ എൻ്റെ ഒരു കാഴ്ചപ്പാട് അൻവറിനെ വെച്ച് പറഞ്ഞാൽ കേരളത്തിൽ ഒരു PC ജോർജിൻ്റെ ആവശ്യമുള്ളൂ. പല PC ജോർജ് കേരളത്തിൽ ആവശ്യമില്ല. യഥാർത്ഥത്തിൽ രണ്ടാമതൊരു PC ജോർജ് വേണ്ട, ഒരാവശ്യമില്ല. അൻവറിന് പിന്നെ തുടക്കം മുതലേ പിഴച്ചു. ഒന്നാമത്തെ കാര്യം, അൻവർ എന്തടിസ്ഥാനത്തിലാണ് തലേൻ്റെ തലയാഴ്ചയാണ് നിയമസഭയിൽ നിന്ന് സതീശിനെതിരെ കോടികളുടെ അഴിമതി ആരോപണം നടത്തിയത്. നിയമസഭയുടെ അകത്താണ്. വെറുതെ തമാശ പറയുന്ന പോലെ അല്ലല്ലോ. ജപ്പാനിലേക്ക് നീരാവി കയറ്റി അയക്കുന്ന പോലെ അല്ല ഇത്. മനസ്സിലായോ? ഇത് പരസ്യമായിട്ട് ആരോപണം ഉന്നയിക്കുകയാണ് സഭയിൽ. അപ്പം അങ്ങനെ അവിടെ അത് കഴിഞ്ഞിട്ടാണ് പറയുന്നത് സതീശൻ ഏറ്റവും വലിയ കൊള്ളക്കാരനാണ് എന്ന് പ്രഖ്യാപിച്ച ആളാണ് പറയുന്നത് പിണറായി വിജയൻ വലിയ കൊള്ളക്കാരനാണെന്ന് പറഞ്ഞ് പുറത്തോട്ടിറങ്ങിയാൽ എന്ത് അതിൻ്റെ ലോജിക്കില്ല. പിന്നെ ആളുകൾ ഇത് ഏത് തരത്തിലാണ് ഇയാൾ വിശ്വസിക്കേണ്ടത് എന്നുള്ളൊരു പ്രശ്നം. ഒരു ദിവസം സതീശനെ പറയുക, അടുത്ത ദിവസം പിണറായി പറയാം. അപ്പം അങ്ങനെയുള്ള ഒരാളെ എന്ത് തരത്തിലാണ് വിശ്വസിക്കേണ്ടതെന്നുള്ള ഒരു കാര്യം, പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കണ്ട ചരിത്രത്തിലേക്ക് പോയാൽ തന്നെ നമ്മൾ CPIMലെ ഏറ്റവും മുടിചൂടാമന്നനായ നേതാവായിരുന്നു MVR. എവിടെ എത്തിയത് നമുക്കറിയാം. അതിലും വലിയ നേതാവായിരുന്നു KR ഗൗരിയമ്മ. KR ഗൗരിയമ്മയുടെ പാർട്ടി ഇപ്പം എത്ര ഉണ്ടെന്ന് പോലും അറിയില്ല, ആരെവിടെയുണ്ടെന്ന് പോലും അറിയില്ല. അപ്പം ഇതൊക്കെ അവരേത് മുന്നണിയിലാണെന്ന് പോലും അറിയാത്ത അവസ്ഥയായി. അപ്പൊ ഇതൊക്കെ മുന്നിൽ പറഞ്ഞ അല്ല, ഷിബു ഇപ്പൊ പിന്നെ അല്ല RSP എന്നുള്ള പാർട്ടിയുടെ അവസ്ഥ. അപ്പോ ഇത് അൻവറിന്റെ മുന്നിൽ ഇത്രയും വലിയ പാഠങ്ങൾ ഉണ്ടായിട്ട് പോലും അൻവർ അത് മനസ്സിലായില്ല. കേരളത്തിൽ ഒറ്റയ്ക്കൊരു പാർട്ടിയും കൊണ്ട് നടക്കുക എന്ന് പറയുന്നത് ഒട്ടും പ്രായോഗികമായ കാര്യമല്ല. അതുകൊണ്ട് ഇതെല്ലാം എന്താ അറിയോ, പൈസ വേണം. ഒരു പാർട്ടിയൊക്കെ കൊണ്ടുനടക്കാൻ വെറുതെ കൊണ്ടുനടക്കാൻ പറ്റും ഇപ്പൊ. അപ്പൊ അങ്ങനെയുള്ള ഈ ഒരാളാണ് അൻവർ. അങ്ങനെ അൻവറിന് പറ്റിയ അപകടമാണ് ഈ കാണിച്ചു കൂട്ടിയതെല്ലാം. ഒന്നുകിൽ അൻവർ ബുദ്ധിമാനായ രാഷ്ട്രീയക്കാരനായിരുന്നെങ്കിൽ അൻവർ നേരത്തെ കൃത്യമായിട്ട് UDFുമായി ചർച്ച നടത്തി ഞാൻ വേറൊരു സ്ഥലത്തേക്ക് വന്ന് ജോയിൻ ചെയ്യുമ്പോൾ നമ്മുടെ നട്ടലൊരല്പം വളഞ്ഞ് വിനയാന്വിതനാകണം. മനസ്സിലായോ? അതിനേക്കാൾ വലിയ ആളാണ് ഞാൻ എന്നൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നില്ല. തെറ്റിദ്ധാരണ ഒരു അവിടെ ഇരിക്കുന്നവരെക്കാൾ വലിയ ആളാണ് ഞാൻ എന്നൊരു തെറ്റിദ്ധാരണ ഉണ്ടാകുന്നത് ഒരിക്കലും നല്ലതല്ല. പിന്നെ UDF എന്ന് പറയുന്ന ഒരു സംവിധാനം കേരളത്തിലെ പ്രതിപക്ഷമാണ്. ആ പ്രതിപക്ഷം ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമ്പോൾ അയാളെ ഞാൻ അംഗീകരിക്കില്ല, വേറൊരാളെയാണ് സ്ഥാനാർത്ഥിയാക്കേണ്ടതെന്നൊക്കെ പറയാനുള്ളത് അസാമാന്യമായ ചങ്കുറ്റമാണ്. ആ ചങ്കുറ്റത്തിന് ഏറ്റ തിരിച്ചടിയാണ് യഥാർത്ഥത്തിൽ ഇപ്പൊ അല്ല അതാ പറഞ്ഞ മണ്ടത്തെ അത് ഞാൻ തിരിച്ചു പറഞ്ഞതാണ്. അങ്ങനെ ഒരാൾക്ക് പറയാൻ എങ്ങനെ പറ്റുന്നത്? അപ്പൊ അവിടെയും പാളി. പിന്നെ അതിനെ ആരെയാണ് ഈ കുറ്റം പറയുന്നത്? സ്വയം കുഴിച്ച കുഴിയിൽ ചാടിയിട്ട് എന്ത് കാര്യത്തിനാണ് ഉള്ളത്? ഇപ്പൊ അൻവർ അവിടെ സുഖമായിട്ട് ഇപ്പുറത്ത് നിന്ന് അടുത്ത തെരഞ്ഞെടുപ്പിന് അവിടെ സീറ്റ് വാങ്ങി
ഏതെങ്കിലും ഒരു സീറ്റ് മര്യാദയ്ക്ക് നിന്നിരുന്നെങ്കിൽ ഈ പറഞ്ഞ നേരത്തെ അയ്യമ്മ പറഞ്ഞ പോലെ ലീഗ് ചിലപ്പോൾ സീറ്റ് കൊടുത്തേനെ. ഏത് തരത്തിലും രാഷ്ട്രീയത്തിലേക്ക് ലീഗിന്റെ സപ്പോർട്ട് കിട്ടിയ ഇനി രാഷ്ട്രീയത്തിലേക്ക് മടങ്ങി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമാണ്. ഇനി കെഞ്ചണം. അതെ, അല്ല സാർ, ഇന്ന് പത്രിക പിൻവലിക്കാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? ആശാൻ ഇപ്പൊ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. അതൊന്നും പിന്നെ നമുക്ക് വ്യക്തിപരമായ കാര്യം, പുള്ളിയുടെ രാഷ്ട്രീയ കളി എന്താണ്, ഏത് കളിയാണെങ്കിലും ഒരു പ്രിയങ്ക ഗാന്ധി കളിക്കും. അല്ല, അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ശ്രദ്ധ കിട്ടാൻ വേണ്ടി അദ്ദേഹം മീഡിയ അറ്റൻഷൻ, അത്രേ ഉള്ളൂ. മീഡിയ അറ്റൻഷൻ കിട്ടിയോണ്ട് എന്താ വോട്ട് കിട്ടണമെന്നില്ലല്ലോ. വോട്ടും മീഡിയ അറ്റൻഷൻ രണ്ടല്ലേ സാർ? ഈ തവണ ഒരു 15,000 വോട്ടെങ്കിലും അദ്ദേഹത്തിന് കിട്ടാൻ സാധ്യത? എനിക്ക് വിശ്വാസമില്ല. ഒരു 5,000 കിട്ടിയ ഭാഗ്യം എന്ന് പറയാം. അതുകൊണ്ട് നമുക്ക് അങ്ങനെ, കാരണം ഇതൊരു പൊളിറ്റിക്കൽ ഫൈറ്റ് നടക്കുന്ന ഒരു മണ്ഡലത്തിൽ പെട്ടെന്ന് ഒരാൾ കയറി വന്നു കഴിഞ്ഞിട്ട് ഞാനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കിട്ടില്ല. കാരണം അൻവറിന്റെ വോട്ട് ബാങ്ക് രണ്ടിടത്തുണ്ട്, അതിൽ കൂടുതൽ UDF വോട്ടാണ്. അതെ, മനസ്സിലായോ? അപ്പൊ അത് ഇങ്ങനെ ഫൈറ്റ് നടക്കുമ്പോഴത്തേക്കും അങ്ങനെ പോകണമെന്നില്ല. കാരണം UDF മത്സരിക്കുന്നത്, അപ്പുറത്തും മത്സരിക്കുന്നത് ഒരു പാർട്ടിയാണ്, പാർട്ടിയുടെ ചിഹ്നത്തിലാണ്. അങ്ങനെ ആളുകൾ പൊളിറ്റിക്കൽ വോട്ടുകളും അറിയാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ അവിടെ വെച്ചിട്ട് അതിനെയാണ് അൻവർ വെല്ലുവിളിക്കുന്നത്. ആ വെല്ലുവിളി അൻവർ കാണിച്ച മണ്ടത്തരമാണെന്ന് ഞാൻ സാർ, ഒരു VD സതീശനെ മാത്രമല്ല, അദ്ദേഹം സഭയ്ക്കകത്ത് VD സതീശനെ പറഞ്ഞുവെങ്കിലും പുറത്ത് VD സതീശനെ, അത് സാറ് VD സതീശൻ മാത്രമേ പറഞ്ഞത്. പക്ഷെ നിരവധി പേര് അദ്ദേഹം ഇങ്ങനെ കരിയോയിൽ വാരി ഒലിക്കുന്ന പോലെ വിളിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെയും K സുധാകരനും K മുരളീധരനും VM സുധീരനും മുല്ലപ്പള്ളി രാമചന്ദ്രനും തുടങ്ങിയ പഴയ ആൾക്കാരൊക്കെ അദ്ദേഹത്തിനെ ചേർത്ത് പിടിക്കുന്നതിൽ എന്താണ് സാർ എൻ്റെ കാരണം? അല്ല, ചേർത്ത് പിടിച്ചില്ലല്ലോ. ഇല്ല, അവർ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു, K സുധാകരൻ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു. അതെ, പക്ഷെ അതിന് K സുധാകരൻ ഇപ്പൊ കോൺഗ്രസിലെ പൊളിറ്റിക്സിൽ വേറെ ചില താല്പര്യങ്ങളുണ്ടാവില്ല. അതേ ഉള്ളൂ. പക്ഷെ ബാക്കി എല്ലാവരും അല്ല, അത് സാർ പറഞ്ഞ സതീശനുമായിട്ടുള്ള ടക്കഫർ അതുണ്ടാകാം. അതൊക്കെ ആകാൻ കാരണം. അല്ലാതെ ബാക്കിയുള്ളവരെല്ലാം പിന്നീട് ഒറ്റക്കെട്ടായി നിന്ന് പറയും. പക്ഷെ സതീശൻ ഈ പറയുന്ന സാറ് പറഞ്ഞ് ഈ സഭയ്ക്കകത്ത് പറഞ്ഞുവെങ്കിലും പൊളിറ്റിക്സിൽ ഇന്നലെ പറഞ്ഞത് ഇന്ന് ചിലപ്പോൾ ഇതാവണമെന്നില്ല. കാര്യം പൊളിറ്റിക്സ് ആണ്. ഇന്നലെ പറഞ്ഞു, ഇന്ന് മാറ്റി പറയാം. EMS പോലും എത്രയെങ്കിലും തവണ സാറിൻ്റെ ഓർമ്മയിലുണ്ട്. ഞാനും അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങൾ ഇന്ന് പറഞ്ഞതല്ല, അദ്ദേഹം നാളെ പറയുന്നത്. പക്ഷേ എങ്കിലും VD സതീശൻ ഈ സ്റ്റാൻഡ് ഈ പറയുന്ന പോലെ നമ്മളൊരു പറഞ്ഞുള്ള പറയുമല്ലോ, ഈ പറയുന്ന അഭിപ്രായം ഇരുമ്പൊലക്കെയല്ല. അഭിപ്രായം ഒരിക്കലും ഇരുമ്പൊലക്കെയല്ല. അത് നമുക്ക് മാറ്റിയും പറയാവുന്നതാണ്. അവിടെ അദ്ദേഹം ഈ എടുത്ത സ്റ്റാൻഡ്, ഇപ്പോൾ K കരുണാകരനെ പോലൊരു നേതാവ്, ഉമ്മൻചാണ്ടിയെ പോലൊരു നേതാവ്, AK ആന്റണിയെ പോലൊരു നേതാവ്, ആ ശ്രേണിയിലെ ആൾക്കാർക്ക് ഇതിൽ പകുതി കുറച്ചുപേർക്ക് ഇപ്പോഴും ഉണ്ട്. അവരൊക്കെ ആണെങ്കിൽ അൻവറെ അങ്ങ് നിർത്തിക്കോ, എന്തിനിങ്ങനെ കാണിക്കുന്നേ, ഇലക്ഷൻ അല്ലേ, ഒരു 2 വോട്ട് കിട്ടിക്കോട്ടെ എന്ന് ചിന്തിച്ചുകൂടായിരുന്നു സാർ? അല്ല, പക്ഷെ ഇക്കാര്യത്തിൽ ഞാൻ സതീശനൊപ്പാണ്. എന്താണ് സാർ കാരണം? കാരണം ഒരു പാർട്ടിയെ താഴ്ത്തിക്കെട്ടി ഒരു പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്കെതിരെ പറഞ്ഞാൽ ആ സ്റ്റാൻഡ് തന്നെയാണ് എടുക്കേണ്ടത്. സാർ, അദ്ദേഹത്തിന് തിരുത്താമല്ലോ. അല്ല, തിരുത്തേണ്ടത് ആരാണ്? തിരുത്താൻ ഇപ്പൊ ജയിച്ചു കഴിഞ്ഞാൽ അല്ല, തിരുത്തേണ്ടത് ആരാ? തിരുത്തേണ്ട സ്വയം തിരുത്തണോ? പുള്ളിയല്ല തിരുത്തണ്ടേ? അല്ല, പറഞ്ഞു തിരുത്തിക്കൂടെ? അതെന്തിനാ പറഞ്ഞു തിരുത്തുന്നത്? വോട്ട് വേണ്ടേ? അല്ല, അതേ പറഞ്ഞ അതിൽ വലിയ കോൺഫിഡൻസ് ഉണ്ടാവുമായിരിക്കും അവർക്ക്. പക്ഷേ പൊളിറ്റിക്കൽ അഭിപ്രായത്തിൽ കേരളം കേട്ട അതിമനോഹരമായ അഭിപ്രായമാണ് സതീശൻ എടുത്തതെന്നുള്ള അഭിപ്രായക്കാരൻ ഞാൻ. സാർ, അതൊരു പിണറായി സ്റ്റൈലായി പോയി. ഇല്ല, അങ്ങനെയാണോന്നില്ല. സ്റ്റാൻഡ് എടുക്കണ്ടേ? ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു സ്റ്റാൻഡ് ഉണ്ടാകണ്ടേ? പക്ഷെ ഒരു വിലക്ക് കൊടുക്കണമായിരുന്നു. നിങ്ങൾ ഈ പറഞ്ഞ തെറ്റായി പോയി എന്ന് അദ്ദേഹത്തിന് അത് പറഞ്ഞല്ലോ, ഒരു ക്രൂശിക്കൽ നടത്തണം. പറഞ്ഞല്ലോ, തിരുത്താനുള്ള അവസരം കൊടുത്തില്ല. എന്ന് വെച്ചാൽ എന്താ പറഞ്ഞത്? നിങ്ങൾ ഈ പറഞ്ഞ അഭിപ്രായം പിൻവലിച്ച് ഷൗക്കത്തിന് പിന്തുണ പ്രഖ്യാപിച്ചാൽ എടുക്കാമെന്ന് പറഞ്ഞാൽ അതിന് കുഴപ്പം. എൻ്റെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ എങ്ങനെ തകർക്കാൻ ഇയാൾക്ക് എന്താ അധികാരമുള്ള? അല്ലെങ്കിൽ അയാളെ തള്ളിപ്പറയാൻ എൻ്റെ പാർട്ടിയിൽ നിന്ന് വേറൊരാളെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ഒരു ഒറ്റയാൾ വന്നിട്ട്? അല്ല, അത് നടക്കില്ല. അതൊക്കെ മണ്ടത്തരം. അത് തന്നെയാണ് കാര്യം. അതേ പറഞ്ഞോളല്ലോ, എന്നെ പറഞ്ഞോ കൂട്ടണ്ട, അല്ലാതെ ഇത് പിന്തുണ പിൻവലിച്ചാൽ എടുക്കാന്നല്ലേ പറഞ്ഞത്. അത് കൃത്യമായ സ്റ്റാൻഡാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ പറയാനുള്ള കുറച്ച് ആർജവമൊക്കെ നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ ഏത് പാർട്ടിയായാലും ഉണ്ടാകണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. മനസ്സിലായോ? ഇപ്പൊ എന്റെ ഈ PC ജോർജ് ഇതേ കളിയല്ലേ കളിച്ചത്? അവസാനം PC ജോർജിന് 2 കൂട്ടർക്കും വേണ്ടാതെ ചെന്ന് പെട്ടില്ലേ? BJP ഇപ്പൊ ഒന്നുമല്ലാതെ നിൽക്കുമോ? അത് പറഞ്ഞു എന്ത് ചെയ്യാനാ? ഇനിയോ ഒന്നും ചെയ്യാനില്ല PC ജോർജിന്. അപ്പൊ ഇത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. ഒരു കാര്യമില്ല. ഇനി അൻവറിന് ചെയ്യാവുന്നത് ഈ പറഞ്ഞതുപോലെ കുറച്ച് കുനിയുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും കുനിഞ്ഞ് ഇനി ഏതെങ്കിലും ഒരു പക്ഷത്തേക്ക് പോകുക എന്നുള്ളത് കഴിഞ്ഞ് അപ്പുറത്തേക്ക് അൻവറിന് ഇനി ഒന്നും ചെയ്യാനില്ല. അൻവർ തലകുനിച്ചേ പറ്റും.